മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ദേവസ്വം മന്ത്രി നേരിട്ടെത്തിയാണ് ശബരിമലയിലെ കാര്യങ്ങൾ ഇന്ന് നിയന്ത്രിക്കുന്നത്. മന്ത്രി ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ്. മകരവിളക്ക് തീർത്ഥാടന കാലം കൂടി പൂർണ്ണമാവുകയാണ്. മുന്നൊരുക്കങ്ങളെല്ലാം ഫലപ്രദമായിരുന്നു. ഈ വർഷത്തെ മണ്ഡല മഹോത്സവവും മകരവിളക്ക് മഹോത്സവവും ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയുള്ള കാലകൂട്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. ആ മുന്നൊരുക്കങ്ങളെല്ലാം ഫലം കണ്ടു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണ്ഡല കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തീർത്ഥാടകരെത്തിയിരുന്നു. നടവരുമാനത്തിലും കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ രൂപത്തിലുള്ള വർധനവുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം കുറ്റമറ്റ രൂപത്തിൽ തന്നെ മണ്ഡല തീർത്ഥാടന കാലഘട്ടം പൂർത്തീകരിക്കാനും കഴിഞ്ഞു. മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചിട്ട് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വെർച്വൽ ക്യൂവിൻ്റെ കാര്യത്തിലും സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലും ചില നിയന്ത്രണങ്ങൾ ഈ അയ്യപ്പന്മാരുടെ ബാഹുല്യം കൊണ്ട് ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ വന്ന ഒരു ഘട്ടത്തിൽ പമ്പയിൽ നിന്ന് നേരെ നിലയ്ക്കലേക്ക് സ്പോട്ട് ബുക്കിംഗ് നമ്മൾ മാറ്റുകയുണ്ടായി. അത് കുറേ കൂടി നമ്മൾ തീർത്ഥാടകരുടെ ഒരു പ്രവാഹം പമ്പയിൽ അനുഭവപ്പെടാതെയും സന്നിധാനത്തിൽ വരാതെയും ക്രമീകരിക്കാൻ കഴിഞ്ഞ ഒരനുഭവമായി മാറിയിട്ടുണ്ട്. പിന്നീട് ഈ പ്രാവശ്യം മകരവിളക്കുമായി ബന്ധപ്പെട്ട് എരുമേലിയിൽ പേട്ടതുള്ളലും ചന്ദനക്കുട മഹോത്സവം എല്ലാം കഴിഞ്ഞാണ് തീർത്ഥാടകർ ശബരിമലയിലേക്ക് വന്നു തുടങ്ങിയത്. കാനനപാതയിൽ കൂടി വന്നവരുണ്ട്, അതോടൊപ്പം തന്നെ പുല്ലുമേട് വഴി വന്നവരുണ്ട്. അപ്പോൾ ഇതുകൂടാതെ വെർച്വൽ ക്യൂവിലും സ്പോട്ട് ബുക്കിങ്ങിലും വന്നവരുണ്ട്. ഇതെല്ലാം ചേർത്ത് കണക്കെടുക്കുമ്പോൾ ഇപ്പോൾ ലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് ഇപ്പോൾ ശബരിമലയിൽ കാലേകൂട്ടി വന്ന് പർണശാലകൾ കെട്ടി മകരവിളക്ക് കാണാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട രൂപത്തിലുള്ള അക്കോമഡേഷനൊക്കെ തരപ്പെടുന്നതോടൊപ്പം പർണശാലകൾ തീപിടിപ്പിച്ച് ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് പൊതുവിൽ പാലിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഭക്ഷണം പർണശാലകളിൽ എത്തിച്ചു കൊടുക്കും ദേവസ്വം ബോർഡ്. മറ്റൊന്ന്, നമ്മുടെ 9 വ്യൂ പോയിൻറ്റുകൾ നമ്മൾ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. ആ 9 പോയിൻറ്റുകളിലും പോലീസും ഫയർഫോഴ്സും വനപാലകരും കൃത്യമായി സെക്യൂരിറ്റി ഫോഴ്സായി മാറി സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. പിന്നീട് കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിലും അതുപോലെ തന്നെ ചില മരച്ചില്ലകളിലുമൊക്കെ കയറിയിരുന്ന് മകരജ്യോതി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന അയ്യപ്പ ഭക്തന്മാരുണ്ട്. ആ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പോലീസിനോട് പറഞ്ഞ് പോലീസിനെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. മരച്ചില്ലകളിൽ കയറിയിരിക്കുന്നതും കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിലും അതുപോലെ വാട്ടർ അതോറിറ്റി ടാങ്കിന് മുകളിലുമൊക്കെ കയറിയിരിക്കുന്നൊരവസ്ഥ മുമ്പെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഒഴിവാക്കാൻ കാലേകൂട്ടി അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും മകരവിളക്ക് ഏതാണ്ട് ഉച്ചയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര പമ്പയിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് ശേഷം നേരെ അത് സന്നിധാനത്തിലേക്ക് സായാഹ്നത്തോടെ എത്തിച്ചേരും. ഇവിടെ വെച്ച് ഞങ്ങൾ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് തന്ത്രിമാരെയും മേൽശാന്തി ഏൽപ്പിക്കും. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന കൃത്യസമയത്ത് തന്നെ നടക്കും. അതേ സമയത്ത് തന്നെ പൊന്നമ്പലമേട്ടിൽ വിളക്ക് തെളിക്കുന്ന ദീപം തെളിയുന്ന സാഹചര്യം ഉണ്ടാവും. ആ ദീപം ദർശിക്കുന്നതിന് വേണ്ടിയാണ് കാലേകൂട്ടി പർണശാലകൾ കെട്ടി 10,000-കണക്കിന് അയ്യപ്പന്മാർ പല ഭാഗങ്ങളിലായി ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇന്നലെയും ഇന്നുമായി അയ്യപ്പന്മാരുടെ പ്രവാഹത്തിന് കോടതി ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കാലേകൂട്ടി വന്ന് ക്യാമ്പ് ചെയ്യുന്നവരുടെ നമ്പർ എടുക്കുമ്പോൾ വലിയ കൂടുതലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരിച്ച് ഈ സാധാരണ ഇതിൽ മകരവിളക്ക് കഴിഞ്ഞ് മല ഇറങ്ങുന്ന സമയത്താണ് പണ്ട് ഘട്ടങ്ങളിലൊക്കെ പല സന്ദർഭത്തിലും ചില അപകടങ്ങളുണ്ടായിട്ടുള്ളത്. അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ക്രമീകരണങ്ങൾ പോലീസുമായി ഡിസ്കസ് ചെയ്തിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനു പുറമെ 1000-ഓളം KSRTC ബസ്സുകൾ പമ്പയിൽ നിന്ന് സമയബന്ധിതമായി ട്രിപ്പുകൾ തുടങ്ങി എല്ലാവർക്കും കൃത്യമായി മടക്കയാത്രയ്ക്കുള്ള സൗകര്യവും ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും കുറ്റമറ്റ രൂപത്തിൽ നമ്മുടെ മകരവിളക്ക് ദർശിക്കാൻ കഴിയുന്ന രൂപത്തിൽ തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതുവരെ ഇവിടെ എത്തിച്ചേർന്ന ഒരു തീർത്ഥാടകനും ദർശനം കിട്ടാതെ മടങ്ങിയ അനുഭവമില്ല. അതാണ് ഈ വർഷത്തെയും സ്ഥിതി. അത് കഴിഞ്ഞ വർഷവും ഈ വർഷവും പൊതുവിൽ എത്തിയിട്ടുള്ള തീർത്ഥാടകരെക്കെല്ലാം ദർശനം ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ രൂപത്തിലുള്ള പരാതികളൊന്നുമില്ലാതെ ഈ തീർത്ഥാടന കാലഘട്ടം ഇതുവരെ കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് ശ്രദ്ധയോടുകൂടി നീങ്ങിയതിൻ്റെ നെറ്റ് റിസൾട്ടാണ്. സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഈ കാര്യത്തിൽ ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് ഒരു ടീം പോലെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് ഈ തരത്തിൽ കുറ്റമറ്റ രൂപത്തിൽ ഈ പ്രാവശ്യത്തെ തീർത്ഥാടനവും മാറാൻ ഇടവന്നിട്ടുള്ളത് എന്ന കാര്യമാണ് എടുത്ത് സൂചിപ്പിക്കാറുള്ളത്. ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം തീർത്ഥാടകർ സന്നിധാനത്ത് ഉണ്ടായതുകൊണ്ടാണോ ഇടയ്ക്ക് നിലയ്ക്കലിലും പമ്പയിലും ഒപ്പം തന്നെ കാനനപ്പാതയിലും ഒക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്? അതെ, അത് ഈ പ്രാവശ്യം
കാലേക്കുട്ടി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരുന്നവർ ബുക്ക് ചെയ്തതിന് ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് ഇവിടെ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ നേരത്തെ ക്രമീകരിച്ചിരുന്നതിൽ നിന്നപ്പുറത്തേക്ക് തീർത്ഥാടകർ വന്നു തുടങ്ങിയപ്പോൾ തീർത്ഥാടകരുടെ ബാഹുല്യം കണ്ടു. അപ്പോൾ കോടതി തന്നെ ഇടപെട്ടിരുന്നു. അങ്ങനെ അപ്പോൾ പമ്പയിൽ നമ്മൾ നിലയ്ക്കലേക്ക് സ്പോട്ട് ബുക്കിംഗ് മാറി. അപ്പോൾ കുറേ കൂടി നമ്മുടെ ക്രൗഡ് കുറഞ്ഞു. നമുക്ക് നിയന്ത്രണ വിധേയമായി കൊണ്ടുപോകാൻ കഴിഞ്ഞ രൂപത്തിലേക്ക് എത്തി. ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യമെല്ലാം സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുന്നു. കോടതിയുടെ നിയന്ത്രണങ്ങളൊക്കെ തന്നെ നമ്മൾ പാലിക്കപ്പെടാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടുമാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ചില കേസുകൾ വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും തീർത്ഥാടകരുടെ വരവിലും വരുമാനത്തിൻ്റെ കാര്യത്തിലും ഒന്നും ഒരു കുറവും ഉണ്ടായില്ല. വലിയ വർധനമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അതാണോ സൂചിപ്പിക്കുന്നത്? അത് തന്നെ, കേസുകൾക്ക് മറ്റു രൂപം. അയ്യപ്പൻ്റെ പൊന്നു കെട്ടവരെ കൃത്യമായി അഴിക്കുള്ളിലും പൊന്ന് ശബരിമലയും എത്തിക്കുക എന്നുള്ളതായിരുന്നു ഗവൺമെൻറ്റും കോടതിയും എടുത്ത നിലപാട്. ആ നിലപാട് കൃത്യമായി അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതൊന്നും ഈ തീർത്ഥാടന കാലഘട്ടത്തെ ഒരു തരത്തിലും ബാധിച്ചില്ലെന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് തീർത്ഥാടക നമ്പറിൽ വന്നിട്ടുള്ള വർധനവും അതേപോലെ തന്നെ വരുമാനത്തിൽ വന്ന വർധനവും വലിയ രൂപത്തിൽ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ രൂപത്തിലുള്ള വർധനമാണ് നമുക്ക് 2 കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ കണക്ക് നാളെ രാവിലത്തോടു കൂടി മകരവിളക്ക് കഴിയുന്നതോടുകൂടി ഞങ്ങൾ ഈ കാര്യം പരസ്യപ്പെടുത്തും. അപ്പോൾ കൃത്യമായി എൻ്റെ വിവരങ്ങൾ മീഡിയയ്ക്കെല്ലാം തരുന്നതാണ്. എന്തായാലും തീർത്ഥാടകരുടെ വരവിലും വരുമാനത്തിലും വലിയ തോതിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. മറ്റ് വിവാദങ്ങളൊന്നും ശബരിമല തീർത്ഥാടനത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. എല്ലാവിധ മുന്നൊരുക്കങ്ങളും ശബരിമലയിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്.